45 സർക്കാർ തസ്തികകൾ ലാറ്ററൽ എൻട്രി വഴി നികത്താനുള്ള UPSC തീരുമാനത്തിൽ NDAയ്ക്കുള്ളിലും ഭിന്നത. കേന്ദ്ര നീക്കത്തെ JDUവും LJPയും എതിർത്തു. അതേസമയം TDP ഈ തീരുമാനത്തിന് പിന്തുണയുമായി രംഗത്തു വന്നു. പ്രതിപക്ഷത്തിന് സർക്കാരിനെ ആക്രമിക്കാനുള്ള വിഷയം താലത്തിൽ വെച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് ഈ നീക്കമെന്ന് JDU ദേശീയ വക്താവ് KC ത്യാഗി പറഞ്ഞു. നേതാവ് പറയുന്നത് ഇങ്ങനെയാണ്: ക്വാട്ട നികത്താൻ സർക്കാരുകളോട് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ റാം മനോഹർ ലോഹ്യയുടെ അനുയായികളാണ്. നൂറ്റാണ്ടുകളായി ആളുകൾ സാമൂഹികമായി പിന്നോക്കാവസ്ഥയിലാണ്. പിന്നെന്തിനാണ് നിങ്ങൾ യോഗ്യത തേടുന്നത്? സർക്കാരിന്റെ ഈ ഉത്തരവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമേറിയ വിഷയമാണെന്നായിരുന്നു നേതാവ് പറഞ്ഞത്. മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ കൈകളിൽ ആയുധം നൽകരുത് എന്നും രാഹുൽ ഗാന്ധി സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ചാമ്പ്യനായി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. LJP പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാനും കേന്ദ്ര നീക്കത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സർക്കാർ നിയമനത്തിലും സംവരണ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണമെന്നും അതിലൊരു വിട്ടുവീഴ്ചയുമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സ്വകാര്യ മേഖലയിൽ സംവരണമൊന്നും നിലവിലില്ല എന്നും സർക്കാർ പദവികളിലും അത് നടപ്പാക്കിയില്ലെങ്കിൽ എന്ത് കാര്യമെന്നും ഇത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മന്ത്രിസഭാംഗം എന്ന നിലയിൽ വിഷയം ഉന്നയിക്കാൻ തനിക്ക് വേദിയുണ്ടെന്നും താൻ അത് ഉന്നയിക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. തന്റെ പാർട്ടി ഇത്തരമൊരു നടപടിയെ പിന്തുണയ്ക്കുന്നതല്ല എന്നും നേതാവ് എടുത്തു പറയുന്നുണ്ട്. അതേസമയം സംവരണമില്ലാത്ത ലാറ്ററൽ എൻട്രിയെ എതിർക്കുമെന്ന് LJP വക്താവ് AK വാജ്പേയിയും പറയുന്നുണ്ട്. ഇത് ഭരണഘടനാപരമായ ഉത്തരവിന് എതിരാണ്. തങ്ങൾ NDAയുടെ ഭാഗമായതിനാൽ സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉചിതമായ സമയത്ത് തങ്ങൾ ഈ വിഷയത്തിൽ ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ആന്ധ്രാപ്രദേശ് മന്ത്രിയും TDP ദേശീയ ജനറൽ സെക്രട്ടറിയുമായ നാരാ ലോകേഷ് നീക്കത്തെ പിന്തുണച്ചു. പല സർക്കാർ വകുപ്പുകൾക്കും വൈദഗ്ധ്യം ആവശ്യമാണ്. സ്വകാര്യ മേഖലയിൽ നിന്ന് സർക്കാരിലേക്ക് ലാറ്ററൽ എൻട്രി കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. കാരണം ഇത് ഭരണത്തിന്റെ ഗുണനിലവാരവും സാധാരണ പൗരന്മാർക്കുള്ള സേവനങ്ങളും വർദ്ധിപ്പിക്കുമെന്നുമാണ് നാരാ ലോകേഷ് പറഞ്ഞത്. അതിനിടെ പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. UPSC നടപടി ദളിതർക്കും OBCകൾക്കും ആദിവാസികൾക്കുമെതിരായ ആക്രമണമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. BJPയുടെ രാമരാജ്യത്തിന്റെ വികലമായ പതിപ്പ് ഭരണഘടനയെ നശിപ്പിക്കാനും ബഹുജനങ്ങളിൽ നിന്ന് സംവരണം തട്ടിയെടുക്കാനും ശ്രമിക്കുന്നു എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും കേന്ദ്ര തീരുമാനത്തിനെതിരെ രംഗത്തു വന്നു. സർക്കാർ വകുപ്പുകളിലെ ജോലികൾ നികത്തുന്നതിനു പകരം കഴിഞ്ഞ 10 വർഷത്തിനിടെ 5.1 ലക്ഷം തസ്തികകൾ BJP ഇല്ലാതാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഇന്ത്യൻ സർക്കാരിന്റെ ഓഹരികൾ മാത്രം വിറ്റഴിച്ചു. കാഷ്വൽ കരാർ റിക്രൂട്ട്മെന്റിൽ 91% വർധനമുണ്ടായി. 2022-23 SC, ST, OBC തസ്തികകളിൽ 1.3 ലക്ഷം കുറവുണ്ടായി എന്നാണ് ഖാർഗെ പറഞ്ഞത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഈ നീക്കത്തെ വിമർശിച്ചു. കേന്ദ്ര നീക്കത്തിനെതിരെ ദേശീയ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സർക്കാരിന്റെ നീക്കം ശരിയല്ലെന്ന് BSP അധ്യക്ഷ മായാവതിയും പറഞ്ഞു. എന്നാൽ ലാറ്ററൽ എൻട്രി കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരാണെന്നാണ് UPSC നീക്കത്തെ ന്യായീകരിച്ച് BJP മറുപടി നൽകിയത്.